കേരളത്തിലെ കർഷകർക്ക് സുവർണകാലമെത്തി. റബ്ബർ വില ആഭ്യന്തര വിപണിയിൽ കിലോഗ്രാമിന് 280 രൂപയ്ക്ക് മുകളിലായി തുടരുന്നു. റബ്ബർ വിലയിലെ മുന്നേറ്റം കർഷകർക്ക് ആത്മവിശ്വാസം പകരുകയാണ്. പക്ഷേ വില ഉയർന്നതിനൊപ്പം ഇരട്ടിയായി വർദ്ധിച്ച ഉൽപാദന ചെലവും കേന്ദ്രാനുമതി ലഭിക്കാത്ത സഹായ പദ്ധതികളും കർഷകരെ കടുത്ത ആശങ്കയിലാക്കുന്നു. അതിനാൽ കേന്ദ്രത്തിന്റെ അനുമതി കൂടി ലഭിച്ചാൽ സന്തോഷം ഇരട്ടിക്കും എന്നുറപ്പാണ്. കർഷകർക്ക് സുവർണകാലമെത്തി. അതെ, റബ്ബർ വില ആഭ്യന്തര വിപണിയിൽ കിലോഗ്രാമിന് 280 രൂപയും കഴിഞ്ഞ് കുതിക്കുകയാണ്. റബ്ബർ വിലയിലെ മുന്നേറ്റം കർഷകർക്ക് ആത്മവിശ്വാസം പകരുന്നു. വില 500 രൂപ തൊടുമോ എന്നൊരാകാംക്ഷയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. മികച്ച വിലയും അനുകൂല കാലാവസ്ഥയും ശരിക്കും പറഞ്ഞാൽ റബ്ബർ കർഷകർക്ക് ആശ്വാസം തന്നെയാണ്. RSS-4 റബ്ബറിന് കിലോഗ്രാമിന് ഏകദേശം 284 രൂപ വരെയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ നിരക്കുകളേക്കാൾ ഉയർന്ന നിരക്കാണിത്. എന്നാൽ അന്താരാഷ്ട്ര വിലയായിരുന്നു ഒരാഴ്ച മുമ്പ് വരെ മുകളിലുണ്ടായിരുന്നത്. നിലവിൽ ബാങ്കോക്ക് വില കിലോഗ്രാമിന് 270 രൂപയിലാണ്. സാധാരണ നാടൻ റബ്ബർ വിലയെ നിയന്ത്രിക്കാറുള്ളത് ആഗോള വിപണിയിലെ വിലക്കയറ്റ ഇറക്കങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്ത്യയിലെ ശക്തമായ ആഭ്യന്തര ഡിമാൻഡും ടയർ വ്യവസായ മേഖലയുടെ കുതിപ്പുമാണ് ഇപ്പോൾ റബ്ബർ വിപണിക്കും കരുത്തു പകരുന്നത്. എന്തായാലും വർഷങ്ങളായുള്ള വിലത്തകർച്ചയ്ക്ക് ശേഷം റബ്ബറിന് വീണ്ടും മെച്ചപ്പെട്ട വില ലഭിച്ചു തുടങ്ങിയതോടെ മിക്ക കർഷകരും ആവേശത്തിലാണ്. തകൃതിയായി ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ മരങ്ങൾ വെട്ടിമാറ്റി ഉണർവ് നൽകുന്ന പുതിയ പ്ലാന്റുകൾ നടുന്ന തിരക്കിലാണ് ഇപ്പോൾ കർഷകർ. എന്നാൽ വില ഉയർന്നതിനൊപ്പം കുത്തനെ വർദ്ധിച്ച ഉൽപാദന ചെലവും കേന്ദ്ര സർക്കാർ അനുമതി ലഭിക്കാത്ത സഹായ പദ്ധതികളും കർഷകരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്നൊരാശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ടാപ്പിംഗ് നടത്തി ഉൽപാദനം കുറഞ്ഞ മരങ്ങളാണ് പല തോട്ടങ്ങളിലും ഇപ്പോൾ വെട്ടിമാറ്റുന്നത്. സാധാരണഗതിയിൽ 2-3 വർഷം കൂടി ടാപ്പ് ചെയ്യാൻ കഴിയുന്ന മരങ്ങൾ പോലും നിലവിലെ അനുകൂല വിപണി സാഹചര്യം കണക്കിലെടുത്ത് അവ മാറ്റി പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതാണ് കണ്ടുവരുന്നത്. ഭാവിയിൽ കൂടുതൽ വിളവും മികച്ച വരുമാനവും ലക്ഷ്യമിട്ടാണ് കർഷകരും ഇത്തരത്തിൽ മാറ്റം കണ്ടുവരുന്നത്. അതായത് പ്രധാന റബ്ബർ ഉൽപാദക രാജ്യങ്ങളായ തായ്ലാന്റ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൽപാദനം വർദ്ധിച്ചതും ആഗോള വിപണിയിൽ ലഭ്യത കൂടിയിട്ടുണ്ട്. എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ ഉപഭോക്താക്കളിലൊന്നായ ചൈനയിലെ വാഹന ടയർ വ്യവസായ മേഖലയിലെ ആവശ്യകത പ്രതീക്ഷിച്ചതുപോലെ ശക്തമല്ലാത്തതും അന്താരാഷ്ട്ര വിലയെ സമ്മർദ്ദത്തിലാക്കുകയാണ്. രാജ്യത്ത് പ്രകൃതിദത്ത റബ്ബറിന്റെ ഉപഭോഗം വർഷങ്ങളായി ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് ടയർ നിർമ്മാണ കമ്പനികൾ, വാഹന വ്യവസായം, വ്യാവസായിക റബ്ബർ ഉൽപാദന നിർമ്മാണങ്ങൾ എന്നിവയുടെ സ്ഥിരതയുള്ള വാങ്ങലാണ് വിപണിക്ക് കരുത്തു പകരുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മികച്ചൊരു തീരുമാനമുണ്ടാകുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.